ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നൊവേന. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കത്തോലിക്ക സഭ സവിശേഷമായി ശ്രദ്ധിക്കുന്ന മാസമാണ് നവംബർ മാസം. നവംബർ 2 സകല മരിച്ചവരുടെയും തിരുനാൾ. കത്തോലിക്ക സഭയിലെ വേദപാരംഗതനും മെത്രാനും ദിവ്യരക്ഷസഭയുടെ സ്ഥാപകനും ധാർമ്മിക ദൈവശാസ്ത്രജ്ഞരുടെ മധ്യസ്ഥനുമായ വിശുദ്ധ അൽഫോൺസ് ലിഗോരി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നൊവേന തയ്യാറാക്കിയിട്ടുണ്ട്. ഈ നൊവേന നവംബർ മാസം 2 തീരുന്ന രീതിയിൽ ഒക്ടോബർ 24 സാധാരണ ആരംഭിക്കുക. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ യേശുക്രിസ്തുവിനും പരിശുദ്ധ കന്യകാമറിയത്തിനും പരമേൽപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളെ, ഉപകാരികളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, ആരും പ്രാർത്ഥിക്കാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നൊവേന 2-ാം ദിവസം. ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ രണ്ടാമത്തെ വേദനയ്ക്ക് കാരണം ജീവിതകാലത്ത് അവർ നഷ്ടപ്പെടുത്തിയ സമയമാണ്. ഒരുപക്ഷെ സമയം ശരിക്കും വിനിയോഗിച്ചിരുന്നെങ്കിൽ സ്വർഗം അവരും കൈവശമാക്കിയേനെ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് അവരുടെ നഷ്ടപ്പെട്ട സമയമോ അർഹതയോ വീണ്ടെടുക്കാൻ കഴിയുകയില്ല. ഭൂമിയിൽ വളരെ വർഷങ്ങൾ ചിലവഴിച്ചിട്ടും ശൂന്യതയും നരകവും സ്വന്തമാക്കിയ അസന്തുഷ്ടമായ ജീവിയാണ് ഞാനെങ്കിൽ എൻ്റെ ഗതി എത്രയോ പരിതാപകരം. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ദൈവമേ, നീ തന്ന സമയത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ നല്ല ദൈവമേ, നിന്നെ വേദനിപ്പിച്ചതിന് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എന്നിൽ അവശേഷിക്കുന്ന സമയം നിന്നെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുമായി ചെലവഴിക്കാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. ദൈവമേ, എന്നോടും ശുദ്ധീകരണ സ്ഥലത്തിൽ സഹിക്കുന്ന ആത്മാക്കളോടും കരുണയായിരിക്കണമേ. ഓ പരിശുദ്ധ മറിയമേ, ദൈവമാതാവേ, നിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ അവരുടെ സഹായത്തിന് എഴുന്നള്ളി വരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിൻ്റെ മണവാട്ടിയായ സഭയുടെ മേൽ സഹിക്കുന്ന നിൻ്റെ മക്കളുടെ മേൽ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നിൻ്റെ നിത്യാനന്ദത്തിന് അർഹരാക്കണമേ. പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ജപം. ഓ എത്രയും മാധുര്യമുള്ള ഈശോയെ, ഗെത്സമനിയിൽ നീ ചിന്തിയ രക്തത്തുള്ളികളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഏറ്റവും ക്രൂരമായ ചമ്മട്ടിയടിയിൽ അങ്ങ് സഹിച്ച വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, മുൾമുടി ശിരസിൽ അണിയിച്ചപ്പോൾ അങ്ങ് അനുഭവിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, കാൽവരിയിലേക്ക് കുരിശു വഹിച്ച യാത്രയിൽ അങ്ങ് അനുഭവിച്ച വലിയ സഹനത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഏറ്റവും ക്രൂരമായ കുരിശേറ്റലിൽ അങ്ങ് സഹിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, കുരിശിൽ അങ്ങ് അനുഭവിച്ച കഠിനമായ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയുണ്ടായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് അങ്ങ് ശ്വസിച്ച അവസാനത്തെ വായു പ്രതി ശുദ്ധീകരണത്തിലെ ആത്മാക്കളോട് കരുണയുണ്ടായിരിക്കണമേ. കർത്താവെ, അവരോട് കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ നൊവേനയിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ദൈവത്തോട് അടുത്തായിരിക്കുന്നവരും ദൈവത്തെ ഒരിക്കലും നഷ്ടപ്പെടാത്തവരുമായ വിശുദ്ധ ആത്മാക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ. വലിയ പാപികളായ ഞങ്ങളെ, എന്നെ നിത്യനാശത്തിൽ നിന്നും ദൈവത്തെ നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ നിന്നും എപ്പോഴും കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.